ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആലിസ് ഫീനിയുടെ റോക്ക് പേപ്പർ സിസർ എന്ന് പറയുന്ന ഒരു അടിപൊളി സൈക്കോളജിക്കൽ ത്രില്ലർ പുസ്തകത്തെ പറ്റിയാണ് കേട്ടോ. ഒരുപാട് ട്വിസ്റ്റുകളും ഒരുപാട് സീക്രട്ടുകളും പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണിത്. ഇതിനകത്ത് മെയിനായിട്ട് 3 മേജർ ക്യാരക്ടറുകളാണുള്ളത്. പക്ഷെ അവർക്കൊക്കെ വളരെ വലിയ സീക്രട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. അതുകൂടാതെ വളരെ ചെറിയ ചാപ്റ്ററുകളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ വേഗം വേഗം വായിച്ച് അവസാനിക്കുന്നതായിട്ട് നമുക്ക് തോന്നിപ്പോകും. ഈ ഒരു പുസ്തകത്തിലെ കഥ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അമേലിയും പുള്ളിക്കാരുടെ ഹസ്ബൻഡായിട്ടുള്ള ആദം റൈറ്റിൻ്റെയും റിലേഷൻഷിപ്പിൽ ചെറിയ ചെറിയ വിള്ളലുകളൊക്കെ വീണിരിക്കുകയാണ്. കൂടാതെ ആദത്തിന് ഈ ഫേസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് അത് ആരാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അമിയിലേക്ക് ഒരു ഇമെയിൽ വരുന്നത്. പുള്ളിക്കാർ ഒരു ടിക്കറ്റ് വിൻ ചെയ്തിട്ടുണ്ട് എന്നും സ്കോട്ടിഷ് ഹൈലാൻഡിലുള്ള ബ്ലാക്ക് വാട്ടർ ചാപ്പലിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ഒരു ക്ഷണം വരാണ്. അമേലിയാണെങ്കിൽ അത് ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ട്. കാരണം വീക്കെൻഡിൽ അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തീർത്ത് ഒന്ന് പാച്ചപ്പ് ചെയ്യാം എന്ന് അമേലി വിചാരിക്കുകയാണ്. അങ്ങനെ ഇവളും ഇവളുടെ ഹസ്ബൻഡായിട്ടുള്ള ആദും ഇവരുടെ പട്ടിയായിട്ടുള്ള ബോബും കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ ഇവരല്ലാതെ മറ്റാരും ഇല്ല. പകരമുള്ളത് ചില ഇൻസ്ട്രക്ഷൻസ് ആണ്. അങ്ങനെ അവരവിടെ താമസിക്കുകയാണ്. പക്ഷെ അപ്പം തൊട്ട് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുകയാണ്. ആരോ ഒരാൾ അമേലിയെ നിന്ന് ത്രൂ ഔട്ട് വാച്ച് ചെയ്യുന്നത് പോലെയും അമേലിയെ കയറുന്ന മുറി ആരൊക്കെ പൂട്ടുന്നത് പോലെയൊക്കെ അമേലിക്ക് തോന്നുകയാണ്. തങ്ങൾ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന ശക്തമായിട്ടുള്ള ഒരു ഇൻഡ്യൂഷൻ ഇവർക്ക് വരുന്നുണ്ട്. അതേസമയം തന്നെ നമുക്ക് റോബിൻ എന്ന് പറഞ്ഞൊരു സ്ത്രീ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. റോബിൻ ഈ ഒരു ചാപ്പലിനോട് ചേർന്നുള്ള ഒരു കോട്ടേജിലാണ് താമസിക്കുന്നത്. റോബിൻ ആണെങ്കിൽ അവിടെ നിന്ന് ഇവരെ ഇങ്ങനെ ത്രൂ ഔട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവരുടെ പട്ടീനെ കാണാതാവുന്നത്. അങ്ങനെ ഓരോ കോട്ടേജിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും അവിടെ ആരെയും തന്നെ കാണുന്നില്ല.